ഹായ് ഓൾ, എല്ലാവർക്കും എൽസസ് ആർഎൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ന്യൂജൻ ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഒരു നോൺ ഹോട്ട്കിൻസ് ലിംഫോമ ആൻഡ് ഹോട്ട്കിൻസ് ലിംഫോമ, ഈ ലിംഫോമയുടെ മെയിൻ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് മെയിനായിട്ടും ഞാനൊരു നിങ്ങൾക്കൊരു ഡെമോ ക്ലാസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. നമുക്കറിയാം NCLEX എക്സാമിനേഷന് മെയിനായിട്ട് നമുക്ക് വേണ്ട രണ്ട് സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് മെഷർമെൻറ്റ് മോഡൽ. ഓക്കെ, അതായത് നമുക്കൊരു റിയൽ ലൈഫ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ന്യൂജൻ ടൈപ്പ് ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. സോ ഈ ഒരു സിനാരിയോ അസസ് ചെയ്ത് നമുക്ക് എങ്ങനെ പഠിച്ച തിയറി ആ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് കറക്റ്റ് ആൻസറിലോട്ട് എത്താം. സോ അതിൻ്റെ ഒരു സിമ്പിൾ വേ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാകുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 24-year-old client present with painless swelling of lymph nodes in the neck and reports night sweats, unexplained weight loss, 6 kg in 2 months, intermittent fever, fatigue. The nurse suspect Hodgkin's lymphoma. Which finding is most characteristics of this condition? ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊരു സിനാരിയോ നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു സിനാരിയോയിൽ എന്താ ചോദിച്ചേക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് 24 വയസ്സുള്ള ഒരു ക്ലയൻറ്റിന് എന്തായിരുന്നു മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്? പെയിൻലെസ് സ്വെല്ലിംഗ് ഓഫ് ദ ലിംഫ് നോഡ്, അതായത് നെക്കിലുള്ള ലിംഫ് നോഡ്സ് സ്വലനാണ്, ബട്ട് പെയിൻ ഇല്ല. ഓക്കെ, ബട്ട് പേഷ്യൻറ്റിന് അതിനോടൊപ്പം റിപ്പോർട്ട് കംപ്ലയിൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? നൈറ്റ് സ്വെറ്റ് ഉണ്ട്, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, 2 മാസം കൊണ്ട് എത്രയല്ല നഷ്ടമായത്? 6 kg നഷ്ടപ്പെട്ടു, ഇൻ്റർമിറ്റൻറ്റ് ഫീവർ, ഫെറ്റീഗ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത്. ഇനി അടുത്ത നമ്മളുടെ ടാസ്ക് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ദ നേഴ്സ് സസ്പെക്ട് ഹോട്ട്കിൻസ് ലിംഫോമ, അതായത് ഇത്രയും കംപ്ലയിൻറ്റ് വെച്ചിട്ട് പെയിൻലെസ് സ്വെല്ലിംഗ് ഓഫ് ദ ലിംഫ് നോഡ് ഇൻ ദ നെക്ക്, നൈറ്റ് സ്വെറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, ഇൻ്റർമിറ്റൻറ്റ് ഫീവർ, ഫെറ്റീഗ്, ഈ തന്ന കംപ്ലയിൻറ്റ് വെച്ചിട്ട് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് നമുക്കൊരു ഇസ്ബാർ, മെയിൻ ഹാൻഡിങ് ആൻഡ് ടേക്കിംഗ് ഓവർ യൂസ് ചെയ്യുന്നത് ഇസ്ബാർ മെത്തേഡ് വെച്ചിട്ടുണ്ട്. I means identification, S means situation, B means background, A means assessment and R means recommendation. ഇവിടുത്തെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് ആണ്. ഐഡൻറ്റിഫിക്കേഷൻ എന്താ? 24-year-old ക്ലയൻറ്റ് പ്രസൻറ്റ്. ഇനി സിറ്റുവേഷൻ ആണ് പ്രസൻറ്റ് വിത്ത് പെയിൻലെസ് സ്വെല്ലിംഗ് ഓഫ് ദ ലിംഫ് നോഡും പിന്നെ അതർ കംപ്ലയിൻസ്. ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇവിടെ ഹിസ്റ്ററി എന്താണെന്നൊന്നും തന്നിട്ടില്ല. സോ ദർ ഇസ് നോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്, ഇവിടെ വൈറ്റൽ സയൻസോ അല്ലെങ്കിൽ എക്സ്റേ ഫൈൻഡിങ്സോ ലാബ് റിസൾട്ടോ അതൊക്കെയാണ് അസസ്മെൻറ്റിനകത്തുള്ളത്. സോ അതൊന്നും ഇവിടെ തന്നിട്ടില്ല. ബട്ട് ഇവിടെ ഇൻ്റർമിറ്റൻറ്റ് ഫീവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫെറ്റീഗ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നൈറ്റ് സ്വെറ്റ് ഉണ്ട്. ഇതെല്ലാം തന്നെ അസസ്മെൻറ്റ് ഫൈൻഡിങ്സിലോട്ട് വരും. ഓക്കെ, റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ അടുത്ത് എന്താണോ റെക്കമെൻഡ് ചെയ്യുന്നത്, എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് അതും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഈ ഇസ്ബാർ ടൂൾ നമ്മളൊരു കേസ് സിനാരിയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇസ്ബാർ. ഓക്കെ, ഇനി ദ നേഴ്സ് സസ്പെക്ട് ഹോട്ട്കിൻസ് ലിംഫോമ. അപ്പോൾ ഇത്രയും സിംറ്റംസിൻ്റെ ബേസിൽ നേഴ്സിൻ്റെ അറിവ് വെച്ചിട്ട് നേഴ്സ് എന്താ സസ്പെക്ട് ചെയ്യുന്നത്? ഹോട്ട്കിൻസ് ലിംഫോമ. ഇവിടുത്തെ ചോദ്യത്തിൻ്റെ കീവേഡ് മെയിനായിട്ടും കണ്ടെത്തുക. കീവേഡ് എന്ന് വെച്ചാൽ വിച്ച് ഫൈൻഡിങ് ഈസ് ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് കണ്ടീഷൻ. അപ്പം ഈ കുറച്ച് ഫൈൻഡിങ്സ് തന്നിട്ടുണ്ട്, അതിൽ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഫൈൻഡിങ് ആണ് ഈ ഹോട്ട്കിൻസ് ലിംഫോമ, സസ്പെക്ട് ചെയ്യുന്ന ഹോട്ട്കിൻസ് ലിംഫോമ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതാ കീവേഡ്? ഫൈൻഡിങ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് കണ്ടീഷൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ ഹോട്ട്കിൻസ് ലിംഫോമ. ഓപ്ഷൻസ് വായിക്കാം. പെയിൻഫുൾ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് ആഫ്റ്റർ ആൽക്കഹോൾ ഇൻടേക്ക്, അതായത് ആൽക്കഹോൾ എടുത്തതിന് ശേഷം ലിംഫ് നോഡ് പെയിൻഫുള്ളായി, പെയിനാണ്, അതുപോലെ തന്നെ എൻലാർജ്ഡും ആയി. സെക്കൻഡ് ഓപ്ഷൻ, റീഡ് സ്റ്റേൺബർഗ് സെൽസിൻ്റെ ലിംഫ് നോഡ് ബയോപ്സി, ലിംഫ് നോഡ് ബയോപ്സി ചെയ്തപ്പോൾ റീഡ് സ്റ്റേൺബർഗ് സെൽസ് കണ്ടു. മൂന്നാമത്തത് സഡൻ സിവിയർ ബ്ലീഡിങ് എപ്പിസോഡ്സ് കണ്ടു. ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് പോളിയൂറിയ. ഇതൊക്കെയാണ് തന്നേക്കുന്ന ഓപ്ഷൻസ്. അപ്പം നമ്മൾ ഇപ്പം കറൻ്റ്ലി അറിയാവുന്ന ഒരു തിയറിയുടെ ബേസിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ ലോക്ക് ചെയ്തോ. ഇനി അത് തന്നെയാണെന്ന് നമുക്കത് ചെക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു തിയറി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് തിയറിയിലോട്ട് പോകാം. ഓക്കെ, 1 second.
ഓക്കെ, ലിംഫോമ. നമുക്കറിയാം ലിംഫോമ എന്ന് പറയുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഒരു ക്യാൻസറാണ് ലിംഫോമ എന്ന് പറയുന്നത്. മെയിൻ അറിയാം, ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ പോകുന്നത് എന്താണ്? ലിംഫാണ് പോകുന്നത്. ഓക്കെ, ഈ ലിംഫിലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സ് ഒക്കെ ഉള്ളത് ഈ ലിംഫിലാണ്. ഓക്കെ, ഈ ലിംഫോമ മെയിനായിട്ട് 2 തരത്തിലാണുള്ളത്. എന്തൊക്കെ ടൈപ്സ്? ഹോഡ്കിൻസ് ലിംഫോമ ആൻഡ് നോൺ ഹോഡ്കിൻസ് ലിംഫോമ. ഓക്കെ, ഈ നമുക്ക് ലിംഫോമ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. ലിംഫോമ ഏത് സിസ്റ്റത്തിനെ ബാധിക്കുന്നതെന്ന് മനസ്സിലായി. ഏത് സിസ്റ്റത്തിനെ ചെയ്യുന്നത്? ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ്. അതായത് ഇറ്റ് ഈസ് എ ക്യാൻസർ ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം. എന്താ സംഭവിക്കുന്നത്? അബ്നോർമൽ ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നു. അതും ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൽസിൻ്റെ അൺകൺട്രോളബിൾ ഗ്രോത്ത് ആണ്. സോ ഹിയർ ഓൾസോ ദർ ഇസ് എൻ അൺകൺട്രോളബിൾ ഗ്രോത്ത് ഓഫ് ദ ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് എന്ന് വെച്ചാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള സെൽസാണ് ലിംഫോസൈറ്റ്സ്. ഓക്കെ, ഈ അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടായിട്ട് എന്തായിട്ട് മാറുന്നു? ഫോമിങ് ട്യൂമേഴ്സ് ഓഫ് ദ ലിംഫ് നോഡ്സ്. ലിംഫ് നോഡ് എൻലാർജ് ആകുന്നു. ഓക്കെ, എൻലാർജ് ആയി ട്യൂമേഴ്സ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ലിംഫാറ്റിക് ടിഷ്യൂസിലോട്ട് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് പറയുന്നത് ലിംഫോമ എന്ന് പറയുന്നത്. ഇനി ലിംഫോമ 2 തരത്തിലുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹോഡ്കിൻസും നോൺ ഹോഡ്കിൻസും. എങ്ങനെയാണ് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഹോഡ്കിൻസ് ലിംഫോമയാണോ നോൺ ഹോഡ്കിൻസ് ലിംഫോമയാണോ എന്നുള്ളത്. ഓക്കെ, മെയിനായിട്ട് നമുക്കത് അറിഞ്ഞിരിക്കണം. ഈ ലിംഫിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ഈ ലിംഫ് ബ്ലഡുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നുള്ളത് നമ്മളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ മെയിനായിട്ട് നമുക്കറിയാം ടിഷ്യൂസാണ് നമ്മുടെ ബേസിക്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും മേഡപ്പ് ഓഫ് വിത്ത് സെൽസ്. ആ സെൽസിനിടയ്ക്കുള്ള ഫ്ലൂയിഡാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഓക്കെ, ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അത് ഒഴുകുന്ന നെക്സ്റ്റ് ഇതിലോട്ട് പോകുന്നതാണ് ലിംഫാറ്റിക് ക്യാപ്പിലറീസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ലിംഫാറ്റിക് ക്യാപ്പിലറീസിൽ നിന്ന് ലിംഫാറ്റിക് വെസൽസിലോട്ട് പോകുന്നു. ലിംഫാറ്റിക് വെസൽസിൽ നിന്ന് ലിംഫ് നോഡ്സിലോട്ട് പോകുന്നു. ലിംഫ് നോഡ്സ് ഇസ് കണ്ടിന്യൂസ് വിത്ത് ലിംഫാറ്റിക് ട്രങ്ക് ആൻഡ് ദിസ് ലിംഫാറ്റിക് ട്രങ്ക് ഇസ് കണ്ടിന്യൂസ് വിത്ത് ലിംഫാറ്റിക് ഡക്റ്റ്. ഈ ഡക്റ്റ് തൊറാസിക് ഡക്റ്റുമായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നു. തൊറാസിക് ഡക്റ്റാണ് വിച്ച് കണ്ടിന്യൂസ് വിത്ത് സബ്ക്ലേവിയൻ വെയിൻ, അതായത് വീനസ് സിസ്റ്റം, സബ്ക്ലേവിയൻ വെയിൻ, ദെൻ സുപ്പീരിയർ വീന കാവ ആൻഡ് റൈറ്റ് ഏട്രിയം ഓഫ് ദ ഹാർട്ട്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് അങ്ങോട്ട് പോകും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട് പോകുന്നു? ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ബ്ലഡിന് സംഭവിക്കുന്നു. അവിടെ നിന്നും ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ അയോട്ടയുണ്ട്. അയോട്ട വഴിയാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ലിംഫാറ്റിക് സിസ്റ്റവും നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റവും കണക്റ്റഡ് ആയിരിക്കുന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ്റെ ഓർഡർ ഞാൻ പിക്ചർ വെച്ചിട്ട് പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഓഫ് ദ ഹാർട്ട്. ഇപ്പോൾ ലിംഫ് കണ്ടിന്യൂസ് വിത്ത് വീനസ് സർക്കുലേഷൻ, മെയിനായിട്ടും സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ ഫ്രം ദ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി. ഇവിടെ നിന്ന് ബ്ലഡ് ആർ വിയിലോട്ട് വരുന്നു. ആർ വിയിൽ നിന്ന് ഈ ബ്ലൂ കളറിൽ കാണുന്ന പൾമണറി ആർട്ടറി ബ്ലഡ് ക്യാരീസ് ടു ലങ്സ്. ലങ്സിലാണ് ഓക്സിജനേഷൻ നടക്കുന്നത്. ഓക്സിജനേഷൻ ശേഷം ഈ ഡി ഓക്സിജൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് ഓക്സിജൻ റിച്ച് ബ്ലഡായിട്ട് മാറുന്നു. ഈ ബ്ലഡിനെ പൾമണറി വെയിൻ വഴി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയാണ് മേജർ അയോട്ട വിച്ച് സപ്ലൈസ് ബ്ലഡ് ടു ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ബ്രെയിനിലോട്ട്, അതുപോലെ തന്നെ ലങ്സിലോട്ട്, ബ്രെയിനിലോട്ട്, റീനൽ സിസ്റ്റത്തിലോട്ട്, GI സിസ്റ്റത്തിലോട്ട്, പെരിഫറൽ സിസ്റ്റത്തിലോട്ട്, ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് എല്ലായിടത്തുള്ള ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അയോട്ടയാണ്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല. ഇത് റെഗുലർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ആ ഒരു ഓർഡർ മനസ്സിലാക്കുന്ന എങ്ങനെ പറഞ്ഞാൽ മതി. ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് വിത്ത് ലിംഫാറ്റിക് ക്യാപ്പിലറീസ് കണ്ടിന്യൂസ് വിത്ത് ലിംഫാറ്റിക് വെസൽസ്, ദെൻ ലിംഫ് നോഡ്സ്, ദെൻ ലിംഫാറ്റിക് ട്രങ്ക് അല്ലെങ്കിൽ തൊറാസിക് ഡക്റ്റ് സുപ്പീരിയർ വീനക്കാവ, ദെൻ സുപ്പീരിയർ വീനവ കണക്റ്റിംഗ് ടു ദ റൈറ്റ് ഏട്രിയം ഓഫ് ദ ഹാർട്ട്. ഇത് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിൾ, അങ്ങനെയാണ് ഒരു ഫ്ലോ പോകുന്നത്. ഇനി എവിടെയാണ് ഈ ലിംഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ
ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ നിന്നാണ് എക്സസ് ആയിട്ടുള്ള പ്ലാസ്മയിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ലിംഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ലിംഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ആ ലിംഫിനെ കളക്ട് ചെയ്യുന്നത് സിസ്റ്റേർന കൈലിയാണ്. അതായത് സിസ്റ്റേർന കൈലി ഈ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും ഈ ലിംഫ് കളക്ട് ചെയ്ത് എങ്ങോട്ടാണ് വരുന്നത്, സെൻട്രൽ പോർഷൻ, സിസ്റ്റേർന കൈലി. ഓക്കെ, സെൻട്രൽ പോർഷനാണ് സിസ്റ്റേർന കൈലി. ഈ സിസ്റ്റേർന കൈലിയാണ് പിന്നെ അതിൻ്റെ ചെയ്യുന്നത് തൊറാസിക് ഡക്റ്റ് വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലിംഫിൻ്റെ ഫ്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബേസിക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഡിസീസ് കണ്ടീഷനിലോട്ട് വരാൻ. ലിംഫോമ മെയിനായിട്ടും ഞാൻ പറഞ്ഞു ലിംഫിലാണ് നമ്മളുള്ള ലിംഫോസൈറ്റ്സ് ഉള്ളത്. ഓക്കെ, ഈ ലിംഫോസൈറ്റ്സ് തന്നെ ബി ലിംഫോസൈറ്റ്സും ഉണ്ട്, ടി ലിംഫോസൈറ്റ്സും ഉണ്ട്. ഓക്കെ, ദിസ് ലിംഫിലുള്ള ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിംഫാറ്റിക് സിസ്റ്റമാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. എന്തൊക്കെയാണ് ഇമ്മ്യൂണിറ്റി വെച്ചാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഈ സെൽ മീഡിയേറ്റഡ് ഒരു ടൈപ്പാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റീനെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ആൻറ്റിജൻ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ എൻ്റർ ആകുമ്പോഴത്തേക്കും നമ്മളെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സെൽസാണ് ഹെൽപ്പർ ടി സെൽസ് അല്ലെങ്കിൽ CD4 സെൽസ്. നമുക്കറിയാം HIV-യിൽ CD4 സെല്ലിൻ്റെ അളവ് കുറവാണ്, അതുകൊണ്ടാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഒത്തിരി അവർ ഓപ്പർച്യൂണിറ്റിക്ക് ഇൻഫെക്ഷനോട്ട് ഇത് മീൻസ് ആ പേഷ്യൻ്റ് മൾട്ടിപ്പിൾ ഡയഗ്നോസിലോട്ട് പോകാൻ കാരണം അവരുടെ ബോഡിയിലുള്ള CD4 സെൽസിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ്. അതായത് CD4 സെൽസാണ് ഹെൽപ്പർ ടി സെൽസ്, വിച്ച് എന്താണ് ഒരു ആൻറ്റിജനെ നമ്മളെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷ്യസ് ഓർഗാനിസം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്ത്, അതായത് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്ത് ആൻറ്റിജനായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ഇൻഫെക്ഷൻ വരാണ്ട് നമ്മളെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ സെൽസാണ് ടി സെൽസ്. ഓക്കെ, ടി സെൽസ് എന്ത് ചെയ്യുന്നു, ഒരു ആൻറ്റിജനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നു. ഈ സൈറ്റോകൈൻസ് എന്ത് സംഭവിക്കുന്നു, CD4 സെൽസിന് CD4-8 ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ആ ഒരു ഈ CD8+ സെൽസും ഇത് സൈറ്റോടോക്സിക് സെൽസാണ് വിച്ച് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ദ ഇൻഫെക്റ്റഡ് അബ്നോർമൽ സെൽസ്. ഏത് സെല്ലിലാണോ ആൻറ്റിജൻ വന്ന് ഡാമേജ് ഉണ്ടാക്കിയത് ആ ഡാമേജ് വന്ന സെൽസിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ ബോഡിയിൽ ആ ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസാണ് ബി സെൽസ്. ബി സെൽസ് തരുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി വിച്ച് പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ്. ഇനി ടി സെൽസ് എന്ന് വെച്ചാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ഏത് സെൽസിലാണോ അഫക്റ്റ് ചെയ്തത് ആ സെല്ലിനെ എന്ത് ചെയ്യുന്നു, CD4 CD8+ സെൽസായിട്ട് മാറിയിട്ട് ആ ഒരു അഫക്റ്റഡ് സെൽസിനെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ 2 ബി സെൽസും ടി സെൽസും ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബസ് ടി സെൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്ന സെൽസാണ് ടി സെൽസ്. ഇനി സൈറ്റോടോക്സിക് സെൽസ് എന്ന് വെച്ചാൽ CD8+ സെൽസാണ്. അതെന്ത് ചെയ്യുന്നു, ഒരു അബ്നോർമൽ സെൽസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. ഇനി മെമ്മറി ടി സെൽസ് ഉണ്ട്. അതായത് ഒരു ആൻറ്റിജൻ നമ്മളെ ബോഡിയിൽ വന്നു, ആ ഒരു സെല്ലിനെ ഡിസ്ട്രക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ ബോഡിക്ക് അറിയാൻ പറ്റും ഈ സെല്ല് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സെൽസാണ് മെമ്മറി ടി സെൽസ്. അതായത് വീണ്ടും ആ ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെടുത്ത് നമ്മൾ എക്സ്പോഷർ വരുമ്പോൾ ആ ഒരു ആൻറ്റിജനെതിരെ നമ്മളെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്ന് നമ്മളെ ബോഡിയിൽ നിന്ന് നമുക്കത് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വരത്തില്ലെന്നാണ് യൂഷ്വലി പറയുന്നത്. സോ അതിന് മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ് മെമ്മറി ടി സെൽസ്. കാരണം ആ ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആൻറ്റിബോഡി മീൻസ് ആ ഒരു സെൽസിന് എന്ത് ചെയ്യുന്നു, ഇൻഫെക്റ്റഡ് സെൽസിന് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. ഇനി മാക്രോഫാജ് എന്ന് വെച്ചാൽ അതും ഒരു ടൈപ്പ് ഓഫ് സെൽസാണ്. നമ്മളെ ബോഡിയിൽ ഒരു പാത്തോജൻ എൻറ്റർ ചെയ്യുമ്പോൾ ആ പാത്തോജനെ എൻഗൾഫ് ചെയ്യുന്നു. എൻഗൾഫ് എന്ന് വെച്ചാൽ വിഴുങ്ങുന്നു. ഓക്കെ, വിഴുങ്ങിയിട്ട് അതിന് എന്ത് ചെയ്യുന്നു, ഈ ഹെൽപ്പർ ടി സെൽസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ബേസിക് അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഓക്കെ, ഇനി നമുക്ക് ഡിസീസ് കണ്ടീഷനിലോട്ട് വരാം.
ഓൾറെഡി ഞാൻ പറഞ്ഞു ലിംഫ് കണ്ടിന്യൂസ് വിത്ത് ബ്ലഡ് ആണ് പിന്നെ നമ്മുടെ ബോഡിയിലുള്ള മൊത്തത്തിലുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ടൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ നമ്മളെ ബോഡിയിൽ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പാത്തജനെ ഫിൽട്ടർ ചെയ്യുന്നു, ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു, ടി സെൽസ്, ബി സെൽസ് ഒക്കെ. അതുപോലെ തന്നെ ഡയറ്റിലുള്ള ഫാറ്റ് കണ്ടന്റ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി മേജർ കോമ്പോണൻസ് ഇൻ ലിംഫാറ്റിക് സിസ്റ്റം ആസ് ഐ സെഡ്, ലിംഫ് നോഡ്, ലിംഫ് വെസൽസ്, ബോൺമാരുണ്ട്, തൈമസ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, ടോൺസിൽസ് ഉണ്ട്. ഇതിൻ്റെ പിക്ചർ വി ക്യാൻ സി. ഓക്കെ, ഇത് തൈമസ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, അതുപോലെ തന്നെ ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള ലിംഫിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലിംഫോസൈറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 തരത്തിലുള്ള ലിംഫോസൈറ്റ്സ് ആണുള്ളത്, ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. ബി ലിംഫോസൈറ്റ് എന്താ തരുന്നത്, ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. എങ്ങനെയാണ്, ബൈ പ്രൊഡ്യൂസിങ് ദ ആൻറ്റിബോഡീസ്. ഇനി ടി ലിംഫോസൈറ്റ്സ് നമുക്ക് തരുന്ന ഇമ്മ്യൂണിറ്റി ഏതാണ്, സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി വെച്ചാൽ ആ അബ്നോർമൽ സെൽസിനെ കണ്ടെത്തി അതിനെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. അതാണ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി. അതിന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ് ടി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ഹെൽപ്പർ സെൽസ്. ഓക്കെ, ഇനി മെയിൻ പാത്തോഫിസിയോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു നോർമൽ ലിംഫോസൈറ്റ്സ് ബി ആവാം, ടി ആകാം. അതിനെന്ത് ചെയ്യുന്നു, DNA മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അങ്ങനെ അത് അബ്നോർമലി എന്ത് ചെയ്യുന്നു, ഗ്രോ ആവുന്നു. അതാണ് അബ്നോർമൽ പ്രോലിഫറേഷൻ. അത് കഴിഞ്ഞ് ആ ഒരു അബ്നോർമൽ പ്രോലിഫറേഷൻ ഓഫ് ദ സെൽസ് കൊണ്ടാണ്, ലിംഫോസൈറ്റ്സിൻ്റെ അബ്നോർമൽ പ്രോലിഫറേഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ലിംഫിനോട് എൻലാർജ്മെൻറ്റ് ഉണ്ടാകുന്നത്. ലിംഫിനോട് എൻലാർജ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ലിംഫാറ്റിക് ചാനലിൽ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. ആ ലിംഫാറ്റിക് സിസ്റ്റമാണ് നമ്മളെ ബോഡിയിലുള്ള ഈ ലിംഫോസൈറ്റ്സിനെ മെയിനായിട്ടും ക്യാരി ചെയ്ത് നമ്മളെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്. സോ ലിംഫാറ്റിക് സിസ്റ്റം അഫക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താവും, തകരാറിലാവും, ഇമ്മ്യൂണ് ഡിസ്ഫങ്ഷൻ ആകും. ഓക്കെ, ഇമ്മ്യൂണിറ്റി ഡിസ്ഫങ്ഷൻ ആകുമ്പോഴത്തേക്കും മെയിൻലി ലിംഫാറ്റിക് സിസ്റ്റം ഈ സ്പ്രെഡ് ഇൻ ടു ലിവർ, സ്പ്ലീൻ, ബോൺ മാരോ. ഓക്കെ, ഈ എല്ലാ റീജിയനും എന്ത് ചെയ്യുന്നു, ഇത് അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലങ്സ്, ബ്രെയിന് എല്ലായിടത്തുള്ള ബ്ലഡ് ഫ്ലോയെ അഫക്റ്റ് ചെയ്യുന്നു. നമുക്ക് പല ഇൻഫെക്ഷൻ മീൻസ് മെയിനായിട്ടും എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷന് സസെപ്റ്റബിൾ ആകുന്നു. അല്ലെങ്കിൽ ഈ എക്സസീവ് എൻലാർജ്മെൻ്റ് ആയിട്ടുള്ള ട്യൂമർ ഉണ്ടാക്കുന്നു. സെൽസിൻ്റെ അബ്നോർമൽ പ്രൊലിഫറേഷൻ ക്യാൻ ലീഡ് ടു എന്താ, ട്യൂമർ. അങ്ങനെ അത് ക്യാൻസറായിട്ട് മാറുന്നു. ആ ക്യാൻസർ ആകുന്ന ആ ഒരു അവസ്ഥയിലാണ് എന്ത് പറയുന്നത്, ലിംഫോമ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിംഫോമ 2 തരത്തിലാണുള്ളത്, ഹോഡ്കിൻസ് ലിംഫോമ ആൻഡ് നോൺ ഹോഡ്കിൻസ് ലിംഫോമ. രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഹോഡ്കിൻസ് ലിംഫോമ എന്ന് വെച്ചാൽ മെയിൻലി അത് ഈ ഹോഡ്കിൻസ് ലിംഫോമ ആണോ നോൺ ഹോഡ്കിൻസ് ലിംഫോമയാണോ നമുക്ക് മനസ്സിലാകുന്നത് ബയോപ്സി എടുക്കുമ്പോഴാണ്. ബയോപ്സി എടുക്കുമ്പോൾ റീഡ് സ്റ്റേൺബർഗ് സെൽസ് ഉള്ള സെൽസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ള ലിംഫോമയാണ് ഏതാ, ഹോഡ്കിൻസ് ലിംഫോമ. മെയിനായിട്ട് ഇത് ഒരു ലിംഫിനോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, മറ്റുള്ള ലിംഫ് നോഡ്സിലെടുത്ത് ആ ഓർഡറിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ലിംഫ് നോഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ലിംഫ് വെസൽസ്, ലിംഫ് ഡക്റ്റ്, ദെൻ തൊറാസിക് ഡക്റ്റ്. ഓക്കെ, അങ്ങനെ അതെന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി മെയിനായിട്ടും യങ് അഡൽറ്റിൽ അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞ അഡൽറ്റിലാണ് ഈ ഹോഡ്കിൻസ് ലിംഫോമ മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. ഇനി നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന് വെച്ചാൽ എന്താണ്, ഈ റീഡ് സ്റ്റേൺബർഗ്സ് സെൽസ് ഇല്ല. ഇതാണിത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്താ, ഇത് അബ്നോർമൽ DNA മ്യൂട്ടേഷൻ കൊണ്ടാണ് റീഡ് സ്റ്റേൺബർഗ് സെൽസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ലാർജാണ്. ഇതൊരു അബ്നോർമൽ ബി ലിംഫോസൈറ്റ്സ് ആണ്. ബി ലിംഫോസൈറ്റ്സ് ഏത് ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്, ബി ലിംഫോസൈറ്റ്സ് ആണ് നമുക്ക് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി തരുന്നത്. ഓക്കെ, മെയിനായിട്ടും ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസാണ് ബി ലിംഫോസൈറ്റ്സ്. ഈ ബി ലിംഫോസൈറ്റ്സിനുണ്ടാകുന്ന അബ്നോർമൽ മ്യൂട്ടേഷൻ കൊണ്ടാണ് റീഡ് സ്റ്റേൺബർഗ് സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ റീഡ് സ്റ്റേൺബർഗ് സെൽസ് ഉള്ള ലിംഫോമ, ഹോഡ്കിൻസ് ലിംഫോമ മെയിൻലി അത് അഡൽറ്റിനെയാണ് ബാധിക്കുന്നത്, യങ് അഡൽറ്റിനെ അല്ലെങ്കിൽ ഓൾഡർ അഡൽറ്റിനെ ബാധിക്കുന്നത്. നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം, നോ റീഡ് സ്റ്റേൺബർഗ് സെൽസ്. ഓക്കെ, മെയിനായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത് ബി സെൽസിനെ തന്നെയായിരിക്കും മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, ടി സെൽസിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അൺപ്രഡിക്റ്റബിൾ രീതിയിലായിരിക്കും ഇതിൻ്റെ എന്താ, ലിംഫ് നോഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു അബ്നോർമൽ പ്രോലിഫറേഷനിൽ ഒന്നിലധികം ലിംഫ് നോഡ്സ് എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി മെയിൻ കമ്പാരിസൺ
റീൻസ്റ്റൺബർഗ് സെൽസ് ഉള്ള ലിംഫോമയാണ് ഹോട്ട്കിൻസ് ലിംഫോമ. അത് പ്രെഡിക്റ്റബിൾ ആണ്, കാരണം അത് ഒരു ഓർഡർലി മാനറിലാണ് പോകുന്നത്. യൂഷ്വലി യങ് അഡൽട്ട് അല്ലെങ്കിൽ ഓൾഡർ അഡൽട്ടിനെ ബാധിക്കുന്നത്. ഇനി എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ല, കാരണം അത് ആ ഓർഡറിൽ തന്നെ പോകുന്നുണ്ട്, എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ല. പ്രൊഗ്നോസിസ് ജനറലി ബെറ്റർ ആണ്, മനസ്സിലായോ? പക്ഷേ നോൺ ഹോട്ട്കിൻസ് എന്ന് പറയുമ്പോൾ നോ റീൻസ്റ്റൺബർഗ് സെൽസ് മൾട്ടിപ്പിൾ ലിംഫ് നോഡ്സ് അഫക്റ്റ് ചെയ്തിരിക്കും. സോ അതിൻ്റെ പ്രോലിഫറേഷൻ അൺപ്രഡിക്റ്റബിൾ ആണ്. മോസ്റ്റ്ലി ഓൾഡർ അഡൽട്ടാണ് ബാധിക്കുന്നത്. പിന്നെ എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്, കാരണം മൾട്ടിപ്പിൾ നോഡ്സ് ആർ അഫക്റ്റഡ്. സോ അതിൻ്റെ പ്രഗ്നോസിസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വേരിയബിൾ ആയിരിക്കും. ഓക്കെ, മെയിൻ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ആർക്കൊക്കെയാണ് ലിംഫോമ വരാനുള്ള മെയിൻ റിസ്ക് ഫാക്ടേഴ്സ്: എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്, HIV ഇൻഫെക്ഷൻ, ഇമ്മ്യൂണോ സപ്രഷൻ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ലിംഫോമ, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ്, റേഡിയേഷൻ എക്സ്പോഷർ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഗെറ്റിംഗ് ലിംഫോമ. ഓക്കെ, ലിംഫ് നോഡിൻ്റെ അബ്നോർമൽ ട്യൂമറാണ് ലിംഫോമ. മെയിൻലി ലിംഫ് നോഡ്സ് എവിടെയൊക്കെ കാണപ്പെടുന്നത്? നെക്ക്, ആക്സിൽ ആൻഡ് ഗ്രോയിങ്. ഓക്കെ, അതിൻ്റെ സിംറ്റംസ് നമുക്ക് ബി സിംറ്റംസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാറ്റഗറൈസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബീസ്, കാരണം ബി സെൽസിനാണ് മെയിനായിട്ട് ഇത് എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. സോ സിംറ്റംസ് മെയിനായിട്ടും ബി സിംറ്റംസ് എന്ന് അറിയപ്പെടുന്നത്. അതിലുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് സിംറ്റമാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബി സിംറ്റംസ്? ഫീവർ, നൈറ്റ് സ്വെറ്റ്സ്, അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, മോസ്റ്റ്ലി ഗ്രേറ്റർ ദാൻ 10% ഇൻ 6 months. 6 months ഒരു 10%, ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ ഒരു 10% വെയിറ്റ് എന്ത് ചെയ്യുന്നു? നഷ്ടമാകുന്നു. ഓക്കെ, അതർ സിംറ്റംസ് വന്നിട്ട് എന്തൊക്കെയാണ്? അതർ സിംറ്റംസ് ഫെറ്റീഗ്, പെർസിസ്റ്റൻ്റ് ഇച്ചിങ്, വീക്ക്നെസ്, പെർസിസ്റ്റൻ്റ് കഫ്, ചെസ്റ്റ് പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് ആണ് ഫീവർ, നൈറ്റ് സ്വെറ്റ്സ് ആൻഡ് അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ് ലെസ് ദാൻ 10% ഇൻ 6 months. ഈ ഒരു ഡിസീസ് കുറച്ചുകൂടി അഡ്വാൻസ് ആകുമ്പോൾ നമ്മൾ അറിയാം, നമുക്ക് ഈ ലിംഫിൻ്റെ ഫ്ലോ അവസാനം എന്ത് ചെയ്യുന്നത്? ലിവർ, സ്പ്ലീൻ. ഓക്കെ, സോ ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു? ബോൺമാരും എല്ലാം അഫക്റ്റഡ് ആകും. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു വാട്ട്? അബ്നോർമൽ എൻലാർജ്മെൻറ്റ് ഓഫ് ദ ലിവർ, ക്യാൻ ടേംഡ് as hepatomegaly. Okay, hepato means liver. Hepatomegaly means enlargement of the liver. Splenomegaly, megaly means enlargement. So സ്പ്ലീനിന് ഉണ്ടാകുന്ന enlargement. ബോൺ മാരോ സപ്രഷൻ, ബോൺ മാരോ എന്ത് ചെയ്യുന്നു? സപ്രസ് ചെയ്യുന്നു. റിക്കറൻറ്റ് ഇൻഫെക്ഷൻ, കാരണം ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് പേഷ്യൻറ്റിന് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അഫക്റ്റഡ് ആണ്, സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയും എന്താണ്? അഫക്റ്റഡ് ആണ്. സോ ദേ ആർ പ്രോൺ ടു ഗെറ്റ് മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ്. മെയിനായിട്ടുമുള്ള ഡയഗ്നോസ്റ്റിക് ടൂള് ലിംഫിനോഡ് ബയോപ്സിയാണ്. ലിംഫിനോഡ് ബയോപ്സി ചെയ്യുമ്പോൾ റീൻസ്റ്റൺബർഗ് സെൽസ് ഉള്ള ബയോപ്സി ആണെങ്കിൽ ഹോട്ട്കിൻസ് ലിംഫോമ, റീൻസ്റ്റൺബർഗ് സെൽസ് ഇല്ലാത്ത ലിംഫോമയാണെങ്കിൽ നോൺ ഹോട്ട്കിൻസ് ലിംഫോമ. ഓക്കെ, അത് കൂടാണ്ട് ബ്ലഡ് ടെസ്റ്റ് CBC, ESR, LDH ലെവല്, ദെൻ ഇമേജിങ്ങിൽ മെയിനായിട്ടും ചെസ്റ്റ് എക്സ്റേ, CT സ്കാന്, പെറ്റ് സ്കാന്, MRI. കാരണം എവിടെയൊക്കെയാണ് എൻലാർജ്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്, എത്രത്തോളം അബ്നോർമൽ പ്രോലിഫറേഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ പറഞ്ഞു. ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാകുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? RBCയുടെ HBയുടെ ഒക്കെ പ്രൊഡക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. സോ WBCയുടെ അളവ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഇറ്റ് ക്യാൻ ലീഡ് ടു അനീമിയ, ലൂക്കോപീനിയ ആൻഡ് ത്രോംബോസൈറ്റോപീനിയ. ESR യൂഷ്വലി എലിവേറ്റഡ് ആയിരിക്കും. വൈ? ബിക്കോസ് ഓഫ് ദ ഇൻഫെക്ഷൻ. ഓക്കെ, ദെൻ ഇമ്മ്യൂണിറ്റി കുറവാണ്. സോ എന്ത് ചെയ്യുന്നു? പേഷ്യൻ്റ് പ്രോൺ ടു ഗെറ്റ് ഇൻഫെക്ഷൻ. സോ ESR വിൽ ബി എലിവേറ്റഡ്. ഓക്കെ, ആൻഡ് LDH ഓൾസോ എന്താണ്? ഡീഹൈഡ്രോജനേസ് ഓൾസോ എലിവേറ്റഡ്. അത് മെയിനായിട്ടും ഡിസീസ് ഉള്ളവരിൽ ഇതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്റേയിൽ അബ്നോർമൽ എൻലാർജ്മെൻറ്റ് അറിയാൻ പറ്റും. CT, PET, MRI ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബയോപ്സി നമ്മൾ നേരത്തെ പറഞ്ഞൊരു സസ്പെക്റ്റഡ് ലിംഫോമ ആണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ബയോപ്സി ചെയ്യുന്നത്. മെയിനായിട്ട് അതിൻ്റെ സ്റ്റേജിങ് ഓഫ് ലിംഫോമ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 4 സ്റ്റേജാണുള്ളത്. സ്റ്റേജ് 1-നകത്ത് ഒരൊറ്റ ലിംഫിനോഡ് മാത്രമേ ഇൻവോൾവ് ആവത്തുള്ളൂ. സ്റ്റേജ് 2-ലാണെങ്കിൽ 2-ലധികം ലിംഫിനോഡ്സ് ഇൻവോൾവ് ആകും. യൂഷ്വലി സെർവൈക്കൽ ആൻഡ് ആക്സിലറി ലിംഫിനോഡാണ്. സ്റ്റേജ് 3-ൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡയഫ്രത്തിൻ്റെ 2 സൈഡിലുള്ള ലിംഫ് നോഡ്സും ഇൻവോൾവ് ആകും. നമുക്കറിയാം ഡയഫ്രം സെൻട്രൽ പോർഷൻ ആണല്ലോ. സോ സെർവൈക്കൽ ലിംഫ് നോഡ് എബോ ദ ഡയഫ്രം, ഇൻഗ്വനൽ ലിംഫ് നോഡ് എന്ന് പറയുമ്പം ബിലോ ദ ഡയഫ്രം. ഈ 2 ഡയഫ്രത്തിൻ്റെ അപ്പർ ആൻഡ് ലോവറിലുള്ള ലിംഫ് നോഡ് ഇൻവോൾവ് ആകുന്നതിനാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ഓർഗൻസ് ആർ ഇൻവോൾവ്, ലൈക്ക് ലിവർ, ബോൺ മാരോ, ലങ്സ് ആർ ഇൻവോൾവ്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നാണ് നോക്കാം. മാനേജ്മെൻറ്റ് നമുക്കറിയാം ഇതൊരു ക്യാൻസർ ആണ്. സോ ദർ ഇസ് ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി കീമോതെറാപ്പി ആൻഡ് റേഡിയോ തെറാപ്പി. കീമോതെറാപ്പിയിൽ നമുക്ക് 2 തരത്തിൽ തരംതിരിക്കാം. ABVD, R-CHOP. ABVD for the Hodgkin's lymphoma and R-CHOP for many B-cell non-Hodgkin's lymphoma. ABVD എന്ന് വെച്ചാൽ A adriamycin അല്ലെ ഡോക്സോറിബിസിൻ. ഡോക്സോറിബിസിൻ കോമൺ ആണ് പേര്, ഡോക്സോറിബിസിൻ. B ബ്ലിയോമൈസിൻ, B വിൻബ്ലാസ്റ്റിൻ, D ഡക്കാബർസിൻ. ഓക്കെ, മെയിനായിട്ടും NCLEX ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് മെയിനായിട്ടും ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബ്ലിയോമൈസിൻ കോസസ് പൾമണറി ടോക്സിറ്റി, ലങ്സിനെയാണ് മെയിനായിട്ടും ബാധിക്കുന്നത്. ഇനി അതുകൊണ്ട് ബ്ലിയോമൈസിൻ കിട്ടുന്ന പേഷ്യൻറ്റിന് മെയിനായിട്ട് നമ്മൾ ലങ് സൗണ്ട്സ് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക. ഓക്കെ, ഇനി ഡോക്സോറിബിസിൻ മെയിൻലി അഫക്ട് ദ ഹാർട്ട്, സോ ഇറ്റ് കോസ് കാർഡിയോടോക്സിറ്റി. നമ്മൾ അതുകൊണ്ട് അരിത്മിയ ഒന്നും വരാത്ത രീതിയിൽ ഹാർട്ട് റേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കാർഡിയക് ഫങ്ഷൻസ് നോക്കുക. ഓക്കെ, ആൻഡ് ബിക്കോസ് ഇൻ അഡീഷൻ ഇറ്റ് ഓൾസോ കോസ് മൈലോ സപ്രഷൻ, നോസിയ, അലോപീഷ്യ, ഫെറ്റീഗ്. ഏതാണ് ഡോക്സോറിബിസിൻ്റെ മെയിനായിട്ടുള്ള സൈഡ് എഫക്റ്റ്. അപ്പോൾ ABVD എന്ന് വെച്ചാൽ A അഡ്രിയാമൈസിൻ, B ബ്ലിയോമൈസിൻ, B വിൻബ്ലാസ്റ്റിൻ, D മീൻസ് ഡാക്കാർബിസിൻ. ഓക്കെ, ആൻഡ് R-CHOP എന്ന് പറയുന്നത് നോൺ ഹോഡ്കിൻസ് ലിംഫോമയുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ആണ്. R-CHOPന് വന്ന് R മീൻസ് റിട്ടുക്സിമാബ്, C സൈക്ലോഫോസ്ഫാമൈഡ്, H ഹൈഡ്രോക്സിറുബിസിൻ അല്ലെങ്കിൽ ഡോക്സോറുബിസിൻ. ഓക്കെ, ദെൻ O മീൻസ് ഓങ്കോവിൻ അല്ലെങ്കിൽ വിൻക്രിസ്റ്റിൻ, P മീൻസ് പ്രെഡ്നിസോൺ. ഇത്രയാണ് മെയിനായിട്ടുള്ള നോൺ ഹിറ്റ്സ് ലിംഫോമയുടെ ഡ്രഗ്. നിങ്ങൾ ഇത്ര അങ്ങനെ ബൈ ഹാർട്ടൊന്നും പഠിക്കുന്നത്, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അത് പക്ഷേ ക്വസ്റ്റ്യൻ ആസ്കിങ് ചിലപ്പോൾ വരും. സോ റിട്ടുക്സിമാബ് എടുക്കുന്ന പേഷ്യൻറ്റിൽ മെയിനായിട്ടും ഉണ്ടാകുന്നൊരു സൈഡ് എഫക്റ്റ് ആണ് മോണോക്ലോണൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എഗെയിൻസ്റ്റ് CD20 പോസിറ്റീവ് B സെൽസ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻഫ്യൂഷൻ റിയാക്ഷൻസ് മെയിനായിട്ട് എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ടിരിക്കുക. റിട്ടുക്സിമാബ് കിട്ടുമ്പോൾ പേഷ്യൻറ്റിൽ റിയാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. വിൻക്രിസ്റ്റിൻ മെയിൻലി കോസ് പെരിഫറൽ ന്യൂറോപ്പതി. ഓക്കെ, സൈക്ലോസ്ഫോസ്ഫാമൈഡ് മെയിൻലി ഹെമറേജിക് സിസ്റ്റൈറ്റിസ് ഉണ്ടാക്കുന്നു. അതുപോലെ അഡിക്വേറ്റ് ഹൈഡ്രേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. പ്രെഡ്നിസോൺ ഒരു സ്റ്റിറോയിഡ് ആണ്. സോ സ്റ്റിറോയിഡ് എടുക്കുന്നതിൽ നമ്മൾ മെയിനായിട്ടും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് എടുക്കുന്നവർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. സോ ദേ ആർ മോർ പ്രോൺ ടു ഗെറ്റ് ഇൻഫെക്ഷൻ. ഇതാണ് മെയിനായിട്ടുള്ള ഡ്രഗ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഫോർ ദ ലിംഫോമ. ഓക്കെ, ഇനി റേഡിയേഷൻ തെറാപ്പിയിൽ മെയിനായിട്ടും റേഡിയേഷൻ തെറാപ്പി യൂഷ്വലി ഏർലി സ്റ്റേജിൽ റേഡിയേഷൻ തെറാപ്പി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ഹോഡ്കിൻസ് ലിംഫോമ ആണെങ്കിലും റീജിയൻ നോക്കിയിട്ട് സെലക്റ്റഡ് റീജിയനിൽ മാത്രമാണ് റേഡിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മോണോക്ലോണൽ ആൻറ്റിബോഡി മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ലിംഫോമ സെൽസിനെയാണ്. ഓക്കെ, എക്സാമ്പിൾ റിട്ടുക്സിമാബ് എടുക്കുന്ന പേഷ്യൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സൈഡ് എഫക്റ്റാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി. ഇനി സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അത് യൂഷ്വലി ഡിസീസ് സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ പേഷ്യൻ്റ് അഫക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഹൈ റിസ്ക് ഫോർ ലിംഫോമ, റിഫ്രക്ടറി ലിംഫോമ, ഈ കേസിലാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ഇനി നമ്മളുടെ NCLEX ക്വസ്റ്റ്യൻസ് മെയിൻലി നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാർമക്കോളജി സൈഡ് എഫക്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഓക്കെ, നഴ്സിംഗ് അസസ്മെൻറ്റ് എന്തായിരിക്കും, മെയിനായിട്ടും ലിംഫിനോഡാണ് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് വിൽ അഫക്റ്റ് അവർ എൻലാർജ്മെൻറ്റ് ഓഫ് ദ ലിംഫ് നോഡ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു B സിംറ്റംസ് എന്താണ്, ഫീവർ, നൈറ്റ് സ്വെറ്റ്സ് ആണ്, വെയ്റ്റ് ലോസ്, പിന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. പേഷ്യൻറ്റിന് ത്രോംബോസൈറ്റോപീനിയ, അതുപോലെ തന്നെ ലൂക്കോപീനിയ, ന്യൂട്രോപീനിയ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് വരേണ്ട റിസ്ക് കൂടുതലാണ്. ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഉണ്ടാകും, പേഷ്യൻറ്റ് പെയിൻ ഉണ്ടാകും, പേഷ്യൻറ്റിന് ആഡിക്വേറ്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഉണ്ടാവത്തില്ല. സോ വി നീഡ് ടു മോണിറ്റർ ഇറ്റ്. ഫെറ്റീഗ് ഉണ്ടാകുന്നു. ഇനി റെസ്പിറേറ്ററി സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഈ ഒരു ലിംഫിനോട് മീഡിയസ്റ്റനത്തിന് ബാധിക്കുക എന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇത്രയാണ് നഴ്സിംഗിൻ്റെ അസസ്മെൻറ്റ്. ഞാനിവിടെ ഈ ഒരു തിയറി മോഡുലേറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് മെഷർമെൻറ്റ് മോഡലിലാണ്. അത് നമുക്ക് വേണ്ടത് NCLEXന് വേണ്ടത് ഒരു തിയറി നമ്മൾ ശരിയായ രീതിയിൽ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക, സിംറ്റംസ് റെക്കഗ്നൈസ് ചെയ്യുക, ആ സിംറ്റംസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, പ്രയോറിറ്റി ഇതിൻ്റെ ബില്ലിൽ നമ്മൾ കെയർ പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്ത കെയർ കൊടുത്തതിന് ശേഷം നമ്മൾ ആ
കെയർ നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യുക, എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഈ തന്നേക്കുന്ന സിംറ്റം വെച്ചിട്ടുള്ള പ്രയോറിറ്റി നഴ്സിംഗ് ഡയഗ്നോസിസ് റിസ്ക് ഫോർ ഇൻഫെക്ഷൻ, ഫെറ്റീഗ്, ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ, അക്യൂട്ട് പെയിൻ, ആങ്സൈറ്റി ആൻഡ് റിസ്ക് ഫോർ ബ്ലീഡിങ്. വൈ? ബിക്കോസ് ദ പേഷ്യൻറ്റ് ഈസ് ത്രോംബോസൈറ്റോപീനിക്. അപ്പോൾ എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഇൻ്റർവെൻഷൻസ് എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് മനസ്സിലാക്കുക, ആ കംപ്ലയിൻറ്റ് സിംറ്റംസിൻ്റെ പ്രയോറിറ്റി ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മളത് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, യൂഷ്വലി ഇൻഫെക്ഷൻ അവർ മോർ പ്രോൺ ടു ഗെറ്റ് ഇൻഫെക്ഷൻ ആണ്. സോ വി നീഡ് ടു ഫോക്കസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ. എന്തൊക്കെയാണ്? ഹാൻഡ് ഹൈജീൻ കൊടുക്കുക, ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക, സിക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു കോൺടാക്റ്റും കൊടുക്കരുത്. അതുപോലെ തന്നെ ന്യൂട്രോപെനിക് പ്രിക്കോഷൻ വെച്ചാൽ പേഷ്യൻറ്റ് മൾട്ടിപ്പിൾ ഇൻഫെക്ഷന് സസെപ്റ്റബിൾ ആകും. സോ അതുകൊണ്ട് ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് നമ്മൾ അലോ ചെയ്യുന്നില്ല. ഈവൻ നല്ലവണ്ണം കുക്ക് ചെയ്ത ഫുഡൊക്കെ നമ്മൾ കൊടുക്കത്തുള്ളൂ. വെജിറ്റബിൾസ് ആണെങ്കിലും റോ ആയിട്ടുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നും ഇവർക്ക് കൊടുക്കത്തില്ല. ഈവൻ ഫ്ലവേഴ്സ് പോലും കൊടുക്കത്തില്ല. കാരണം ഇതിലൊക്കെ അലർജൻസ് ഉണ്ട്. ഈ അലർജൻസ് ഈ മെയിനായിട്ട് ന്യൂട്രോപെനിക് പ്രിക്കോഷൻസ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ കൊടുക്കും. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനകത്തും ന്യൂട്രോപെനിക് പ്രിക്കോഷനാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. ഓർഗൻ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാം. ഓക്കെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലും ന്യൂട്രോപെനിക് പ്രിക്കോഷൻ, കാരണം അവരിലും പുതിയ ഓർഗൻ എന്ന് പറയുന്നത് അതൊരു ആൻറ്റിജനാണ്. സോ അവരുടെ ബോഡിയും അതെന്ത് ചെയ്യുന്നു, ഓവറായിട്ട് അത് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് പേഷ്യൻറ്റിന് ഇമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്തിട്ട് ഒത്തിരി ഇമ്മ്യൂണിറ്റി ഡിസോർഡേഴ്സ്, ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫെറ്റീഗ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? അഡിക്വേറ്റ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിക്ക് ഇടയ്ക്കും നമ്മൾ പേഷ്യൻറ്റിനോട് അഡിക്വേറ്റ് റെസ്റ്റ് എടുക്കാൻ പറയുക. കാരണം അവരുടെ എനർജി കൺസപ്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓൾറെഡി പേഷ്യൻറ്റ് എച്ച് ബി ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. സോ അനീമിക് ആയിരിക്കും പേഷ്യൻ്റ്, അവർക്ക് അത്രയും എനർജി ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി ന്യൂട്രീഷനിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, സ്മോൾ ഫ്രീക്വൻറ്റ് മീൽ, അഡിക്വേറ്റ് ഫ്ലൂയിഡ്, ഓറൽ കെയർ, കാരണം അവർക്ക് മ്യൂക്കോസൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അഡിക്വേറ്റ് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് കൊടുക്കുക, സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് കൊടുക്കുക, അഡിക്വേറ്റ് ഫ്ലൂയിഡ് കൊടുക്കുക, ഓറൽ കെയർ കൊടുക്കുക. ഓക്കെ, സ്കിൻ കെയറിനകത്ത് മോയ്സ്ചറൈസർ, കാരണം ഡ്രൈ സ്കിന്നിങ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഇച്ചിങ് ഉണ്ടാകും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസർ, സ്ക്രാച്ചിങ് ചെയ്യരുതെന്ന് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ടൈറ്റായിട്ടുള്ള ക്ലോത്ത് അവോയ്ഡ് ചെയ്യുക, ലൂസായിട്ടുള്ള ക്ലോത്ത് എന്ത് ചെയ്യുക, വിയർ ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, ഇമോഷണലിനകത്ത് അവർക്ക് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് എൻകറേജ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അവർക്ക് കറക്റ്റായിട്ടൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ആവശ്യത്തിനുള്ള സപ്പോർട്ട് ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, പിന്നെ കോംപ്ലിക്കേഷൻ നമുക്കറിയാം, അത് ഇപ്പം പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകും. ഇപ്പോൾ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അത് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും ഉണ്ടാകും. ഓക്കെ, മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ന്യൂട്രോപെനിക് സെപ്സിസ്, ട്യൂമർ ലൈസിസ് സിൻഡ്രോം, സുപ്പീരിയർ വീന കാവ സിൻഡ്രോം, എയർവേ കംപ്രഷൻ, ബോൺ മാരോ സപ്രഷൻ ആൻഡ് സെക്കൻഡറി മാലിഗ്നൻസീസ്. ഇതാണ് മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആണ്. ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്യൂമർ, നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ട്യൂമർ എന്ത് ചെയ്യും, അതിങ്ങനെ അലിയാൻ തുടങ്ങും അല്ലേ. അലിയാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് മെയിനായിട്ടും അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം, ഫോസ്ഫേറ്റ്, ന്യൂക്ലിക് ആസിഡ് ഒക്കെയാണ്. സോ ഇതിൻ്റെയൊക്കെ അളവ് എന്ത് ചെയ്യുന്നു, നമ്മളെ ബോഡിയിൽ കൂടും. അങ്ങനെ ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്നു, ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉണ്ടാകുന്നു. ഈ ന്യൂക്ലിക് ആസിഡ് യൂറിക് ആസിഡായിട്ട് മാറിയിട്ട് യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടും. അപ്പം ഗൗട്ടൊക്കെ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം കാൽസ്യത്തിൻ്റെ അളവ് കുറയും, ഹൈപ്പോ കാൽസ്യമേ ഉണ്ടാകുന്നു. കാരണം ഈ കാൽസ്യം ഈ ഫോസ്ഫേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയും. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകുന്നു, കാർഡിയാക് അരിത്മിയ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. ഓക്കെ, ഇത്രയാണ് ലിംഫോമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റഡ് തിയറി. ഓക്കെ, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ഞാൻ പോയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഇനി ഈ തിയറിയുടെ വെളിച്ചത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് അസസ് ചെയ്യാം. സോ നമുക്കത് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്കടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏതാണ് ഇവിടുത്തെ സിറ്റുവേഷനിൽ 24 year old ക്ലയൻറ്റ് പെയിൻലെസ് സ്വെല്ലിംഗ് ഓഫ് ദ ലിംഫ് നോഡാണ്.
നൈറ്റ് സ്വെറ്റ് ഉണ്ട്, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ഉണ്ട്. അപ്പോൾ ബി സിംറ്റംസ് എല്ലാം ഉണ്ട്. നൈറ്റ് സ്വെറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, ഇൻ്റർമീഡിയറ്റ് ഫീവർ, ഫെറ്റീഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിംറ്റംസിൻ്റെ വെളിച്ചത്തിലാണ് നഴ്സ് ഹോഡ്കിൻസ് ലിംഫോമയാണ് സസ്പെക്റ്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ അത് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും? നമുക്കറിയാം രണ്ട് തരത്തിലുള്ളത് ഹോഡ്കിൻസും നോൺ ഹോഡ്കിൻസും. നമുക്ക് എങ്ങനെ അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്? ബയോപ്സി നോക്കുമ്പോൾ റീഡ്സ്റ്റൺബർഗ് ഉള്ള ബയോപ്സിയാണ് ഹോഡ്കിൻസ് ലിംഫോമ പോസിറ്റീവ്. റീഡ്സ്റ്റൺബർഗ് ഇല്ലാത്ത സെൽസാണ് എന്താണ് നോൺ ഹോഡ്കിൻസ്. അപ്പോൾ തന്നേക്കുന്ന ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. പെയിൻഫുൾ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് ആഫ്റ്റർ പെയിൻഫുൾ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് ആഫ്റ്റർ ആൽക്കഹോൾ ഇൻടേക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? റീഡ്സ്റ്റൺബർഗ് സെൽസ് ഇൻ ദ ലിംഫ് നോഡ് ബയോപ്സി, സഡൻ സിവിയർ ബ്ലീഡിംഗ് എപ്പിസോഡ്, ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് പോളിയൂറിയ. സോ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ഏതാണെന്ന് ഇപ്പോൾ മനസ്സിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഇവിടെ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ റോങ് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കറക്റ്റ് ആൻസറിലോട്ട് നമുക്ക് എത്താം. ഓക്കെ, എങ്ങനെ എലിമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ പെയിൻഫുൾ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് ആഫ്റ്റർ ആൽക്കഹോൾ ഇൻടേക്കിന് ശേഷമല്ല പെയിൻഫുൾ ലിംഫ് നോഡ് ഉണ്ടാകുന്നത്. ലിംഫോമയ്ക്കകത്ത് മെയിനായിട്ട് എന്താണ്? പെയിൻ ലെസ് ആയിട്ടുള്ള ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലയോ? സോ വി ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ എ. ഇനി രണ്ടാമത്തേത് റീഡ്സ്റ്റൺബർഗ്സ് ലിംഫ് നോഡ് ബയോപ്സി. യെസ്, അതൊരു റീസൺ ആണ്. പക്ഷെ നമ്മൾ ആൻസറിലോട്ട് അടുത്ത ഉള്ള ഓപ്ഷൻസ് അനലൈസ് ചെയ്യാണ്ട് ആൻസറിലോട്ട് പോകരുത്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ സിയും കൂടെ നോക്കാം. സഡൻ സിവിയർ ബ്ലീഡിങ് എപ്പിസോഡ്സ് ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടില്ല, അല്ലയോ? മെയിനായിട്ടും പേഷ്യൻറ്റിന് ശരിയാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയും, ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും. പക്ഷേ അത് അഡ്വാൻസ്ഡ് കണ്ടീഷനിലോട്ട് പോകുമ്പോഴാണ്. അല്ലെങ്കിൽ സഡൻ തന്നേക്കുന്ന ഓപ്ഷൻ വെച്ച് നമ്മൾ ബിയും സിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എപ്പോഴും തന്നേക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് വേണം നമ്മളത് എലിമിനേറ്റ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് പോളിയൂറിയ, അത് ഡയബറ്റീസിൻ്റെ ആണ് മെയിനായിട്ടുള്ളത്, അല്ലയോ? ഹൈപ്പർഗ്ലൈസീമിയ ഇപ്പോൾ സ്റ്റിറോയിഡൊക്കെ എടുക്കുന്നവർക്ക് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകും. ബട്ട് ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഹോഡ്കിൻസ് ലിംഫോമ സസ്പെക്ട് ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ വൈൽ കമ്പയറിംഗ് വിത്ത് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി, ഏത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, റീഡ്സ്റ്റൺബർഗ് സെൽസിൻ്റെ ലിംഫ് നോഡ് ബയോപ്സി. അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു തിയറി നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, NCLEX ഫോക്കസ് തിയറി. ആ തിയറി മനസ്സിലാക്കി ആ തിയറി നമ്മൾ ക്വസ്റ്റ്യൻ അനാലിസിസിൽ കൊണ്ടുവന്നിട്ട് ആ തിയറി അപ്ലൈ ചെയ്ത് സ്ട്രാറ്റജി, ഇവിടെ ഞാൻ ഉപയോഗിച്ചത് എലിമിനേഷൻ സ്ട്രാറ്റജിയാണ്. സോ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ആൻസറിലോട്ട് നമ്മൾ എത്തി. ഓക്കെ, സോ ഈ ഒരു തിയറി അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ടും നമുക്ക് NCLEX എക്സാമിന് വേണ്ടത് NCLEX ഫോക്കസ് തിയറി, NCSBN ക്രൈറ്റീരിയ ഫോക്കസ്ഡ് എന്താണ് ക്വസ്റ്റ്യൻ അനാലിസിസ്, യൂസിങ് സ്ട്രാറ്റജീസ്, ഇതൊക്കെ എല്ലാം വരുന്ന ക്ലാസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നമ്മളത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഉത്തരത്തിലോട്ട് എത്തും. സോ അതുകൊണ്ട് നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല ഏതാ ഹോഡ്കിൻസ് മീൻസ് NCLEX എക്സാം എന്ന് പറയുന്നത്. ഒരു മിനിമം 3 മന്തെങ്കിലും നിങ്ങൾ NCLEXന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതി ഇല്ലേ, നിങ്ങൾ തിയറി പഠിച്ച് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി തിയറിയാണ് വേണ്ടത്. ഇതൊരു മെമ്മറി ടെസ്റ്റ് അല്ല. മെമ്മറി ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു NCLEX എക്സാം പാസ്സാക്കാൻ പറ്റത്തില്ല. നമ്മൾ പഠിക്കുന്ന തിയറി നമ്മളിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, ക്രിട്ടിക്കൽ തിങ്കിങ് യൂസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. ഫസ്റ്റ് വി നീഡ് ടു റെക്കഗ്നൈസ്, ദെൻ അനലൈസ് ചെയ്യുക. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക, കൊടുത്തതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തപ്പോഴാണ് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ തിയറിയും പഠിക്കേണ്ടത്, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ന്യൂജൻ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സോ വി ക്യാൻ ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ, വിത്തൗട്ട് എനി എക്സ്ട്രാ ടെൻഷൻ, കൺഫ്യൂഷൻ. നമുക്കിവിടെ കൺഫ്യൂഷൻ ഇല്ല, നമുക്കിവിടെ ക്ലാരിറ്റിയാണ് വേണ്ടത്. സോ ഹോപ്പ് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിരുന്നു. ലിംഫോമ ഇച്ചിരി ടഫ് ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെയാണ് ലിംഫോമ എടുത്തത്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ദ ക്ലാസ്. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്.